ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ലേഡീസ് പ്ലാനറ്റ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് സോഫ്റ്റ് ആയിട്ടുള്ളൊരു പുട്ടാണ്. നമ്മൾ സാധാരണ പുട്ടുണ്ടാക്കുന്നത് പുട്ടുപൊടി വെച്ചിട്ടാണ്. അതായത് പുഴുങ്ങലരി കുതിർത്തി പൊടിച്ച് വറുത്തെടുക്കുന്ന പുട്ടുപൊടി. ആ പുട്ടുപൊടി വെച്ച് നമ്മൾ പുട്ടുണ്ടാക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുട്ട് നമുക്ക് കിട്ടും. അതുപോലെ സോഫ്റ്റ് ആയിട്ടുള്ള പുട്ട് ഇനി ഏത് അരിപ്പൊടി വെച്ചിട്ടും നമുക്ക് ഉണ്ടാക്കാം. അതായത് പച്ചരിപ്പൊടി വെച്ചിട്ടും സാധാരണ പത്തിരിപ്പൊടി വെച്ചിട്ടൊക്കെ നമുക്ക് ഉണ്ടാക്കാം. പത്തിരിപ്പൊടി എന്ന് പറയുമ്പോൾ നെയ്സായിട്ടുള്ള അരിപ്പൊടിയാണ് കേട്ടോ. അപ്പോൾ നെയ്സായിട്ടുള്ള അരിപ്പൊടി വെച്ചിട്ടൊക്കെ നമ്മൾ സാധാരണ പുട്ടുണ്ടാക്കുന്ന സമയത്ത് കല്ല് പോലെയാണ് ഇരിക്കുന്നത്. പക്ഷേ ആ പുട്ടിനെ കൂടെ സോഫ്റ്റ് ആക്കുന്ന ഒരു ട്രിക്കാണ് ഞാനിന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ സോഫ്റ്റ് ആയിട്ടുള്ള പുട്ട് തയ്യാറാക്കുന്നത് നോക്കാം. ഈ ഒരു പുട്ടുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1 കപ്പ് അരിപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതുപോലുള്ള 250 ml ഒരു കപ്പിനാണ് പൊടി അളന്നെടുത്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഞാനിവിടെ പത്തിരിപ്പൊടിയാണ് കേട്ടോ ഇവിടെ എടുത്തിട്ടുള്ളത്. പത്തിരിക്കും ഇടിയപ്പത്തിനൊക്കെ എടുക്കുന്ന നല്ല നെയ്സായിട്ടുള്ള അരിപ്പൊടി. അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മൾ പുട്ടുണ്ടാക്കുമ്പോഴാണ് എപ്പോഴും നല്ല ഹാർഡായിട്ടിരിക്കുന്നത്. അപ്പോൾ ഈ പൊടി വെച്ചിട്ട് തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇതിന് പകരം നിങ്ങൾക്ക് സാധാരണ പുട്ടുപൊടി വേണമെങ്കിൽ അതും എടുക്കാം, അല്ലെങ്കിൽ ഗോതമ്പ് പൊടി എടുക്കാം. പിന്നെ പച്ചരി കുതിർത്തി പൊടിച്ച ആ പൊടി വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. ഏത് പൊടി വെച്ചിട്ട് നമുക്ക് ഈ മെത്തേഡിൽ പുട്ടുണ്ടാക്കി എടുക്കാം. നല്ല സോഫ്റ്റായിട്ട് നമുക്ക് കിട്ടും. ഇനി നമുക്കിതൊന്ന് കുഴച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് കുറച്ച് വെള്ളത്തിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ ഉപ്പ് വെള്ളം കൊണ്ടാണ് പുട്ടിനുള്ള പൊടി കുഴച്ചെടുക്കുന്നത്. ഇത് ചൂടുവെള്ളമൊന്നുമല്ല കേട്ടോ, നല്ല പച്ച വെള്ളം തന്നെയാണ്. ഇനി കുറേശ്ശെ വെള്ളം ചേർത്ത് നമുക്കിത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. പുട്ടുണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പൊടി കുഴച്ചെടുക്കുന്ന സമയത്ത് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം ഈ പൊടിയുടെ എല്ലാ ഭാഗത്തേക്കും വെള്ളം നന്നായിട്ട് എത്തണം. എങ്കിലേ നമ്മുടെ പുട്ട് നന്നായിട്ട് കുക്കായിട്ട് കിട്ടുള്ളൂ. ഇപ്പോൾ നമ്മൾ പുട്ടിനുള്ള പൊടി കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ പൊടി കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാകും ഇതിലൊരുപാട് കട്ടയുണ്ടല്ലേ. നോക്കൂ, ഇതുപോലെ ഒരുപാട് ചെറിയ കട്ടയായിട്ട് പൊടി കിടക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കട്ടയാണ് നമ്മൾ ഈ പുട്ടുണ്ടാക്കി കഴിഞ്ഞാൽ ഭയങ്കര ഹാർഡായിട്ടിരിക്കുന്നത്. അപ്പോൾ നമുക്കിതൊക്കെ ഒന്ന് ഉടച്ചെടുക്കണം. അപ്പോൾ ഈ ഒരു കട്ടയൊക്കെ നമുക്ക് നന്നായിട്ട് ഉടച്ചെടുത്ത് ഈ പുട്ടുപൊടി നല്ല സോഫ്റ്റാക്കി എടുക്കണം. എന്നാലേ നമ്മുടെ പുട്ടും നന്നായിട്ട് സോഫ്റ്റായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ പുട്ടുപൊടി നമുക്ക് കുറേശ്ശെ ആയിട്ട് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ 1 കപ്പ് പൊടി 2 തവണയായിട്ടാണ് പൊടിച്ചെടുക്കുന്നത്. ഇത് നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് ജസ്റ്റ് ഒന്ന് കറക്കിയെടുക്കണം. ഇപ്പോൾ നമ്മൾ തയ്യാറാക്കി വെച്ച പുട്ടുപൊടിയിൽ പകുതി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ജസ്റ്റ് ഒന്ന് കറക്കിയെടുക്കാം. വെരി ലോ സ്പീഡിൽ ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്താൽ മതി. ഇപ്പോൾ നോക്കൂ, നമ്മുടെ പുട്ടുപൊടി നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റാം. ഇനി ഇതുപോലെ തന്നെ ബാക്കിയുള്ളതും പൊടിച്ചെടുക്കാം. ഇങ്ങനെ ചെയ്യുമ്പോൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്നറിയോ? നമ്മൾ പുട്ടിന് പൊടി കുഴയ്ക്കുന്ന സമയത്ത് ഒട്ടും തന്നെ വെള്ളം അധികമായി പോകാൻ പാടില്ല. വെള്ളം അധികമായി പോയാൽ ഇടിയപ്പത്തിനുള്ള മാവ് കുഴച്ച പോലെ ആവും നമ്മൾ മിക്സിയിലിട്ട് കറക്കി കഴിഞ്ഞാൽ. അപ്പോൾ ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ അതുകൊണ്ട് ഇടിയപ്പം ഉണ്ടാക്കാമെന്നൊന്നും നിങ്ങൾ വിചാരിക്കേണ്ട. കാരണം ഇത് പച്ചവെള്ളം ചേർത്തിട്ടാണ് നമ്മൾ കുഴച്ചെടുക്കുന്നത്. അപ്പോൾ ഇടിയപ്പം അതുകൊണ്ട് ഉണ്ടാക്കിയാൽ ഒട്ടും തന്നെ സോഫ്റ്റ് ഇല്ലാത്ത ഇടിയപ്പമായിരിക്കും. അപ്പോൾ വെള്ളം ചേർക്കുമ്പോൾ ശ്രദ്ധിച്ചിട്ട് തന്നെ വെള്ളം ചേർക്കണം. ഇപ്പോൾ പുട്ടുണ്ടാക്കാനുള്ള പൊടി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പുട്ടുകുറ്റിയിലേക്ക് തേങ്ങയും പുട്ടുപൊടിയും കൂടെ ഇടകലർത്തി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് പുട്ട് റെഡിയാക്കാം. ഒരു പ്രഷർ കുക്കറിൽ അല്പം വെള്ളം വെച്ച് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിന് മുകളിലേക്ക് പുട്ടുകുറ്റി വെച്ച് കൊടുക്കാം.
അപ്പോൾ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ കത്തിച്ചോളൂ കേട്ടോ, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതിൽ വെള്ളം ശ്രദ്ധിക്കണം. നമ്മളിപ്പോൾ 1 കപ്പ് പൊടി വെച്ചിട്ടാണ് പുട്ടുണ്ടാക്കുന്നത്. ഇതുപോലെ 1 കപ്പ് പൊടി വെച്ചിട്ട് പുട്ടുണ്ടാക്കുമ്പോൾ നമുക്ക് 1.5 കുറ്റി പുട്ട് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് പുട്ട് വേണമെങ്കിൽ ഓരോ കുറ്റിയും നമ്മളെടുത്തതിന് ശേഷം പ്രഷർ കുക്കറിൽ വെള്ളം ഉണ്ടോയെന്നൊന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ. ഇപ്പോൾ നമ്മുടെ പുട്ടുകുറ്റിയിൽ നിന്ന് ആവി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഒരു 2 മിനിറ്റ് കൂടെ കഴിഞ്ഞിട്ട് നമുക്ക് പുട്ടുകുറ്റി എടുക്കാം. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. നോക്കൂ, നമ്മുടെ പുട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി പുട്ടുപൊടി തന്നെ വേണമെന്നൊന്നുമില്ല, നമുക്ക് ഏത് പൊടി വെച്ചിട്ടും ഇതുപോലെ പുട്ടുണ്ടാക്കാം. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ കൂടെ വരും. അതും കൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. താങ്ക്